الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരിമാരെ, ഖുർആൻ്റെ പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മൾക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 1, 2 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ആയത്താണ്. മാ ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വ അജലിൻ മുസമ്മാ വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅ്രിദൂൻ. ആകാശങ്ങളെയും ഭൂമിയെയും അവയുടെ ഇടയിലുള്ളതിനെയും കാര്യഗൗരവത്തോടുകൂടിയും നിർണയിക്കപ്പെട്ട ഒരവധിയോടും കൂടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അവിശ്വസിച്ചവരാകട്ടെ അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെക്കുറിച്ചു അശ്രദ്ധരായി തിരിഞ്ഞുകളയുന്നവരാണ്. മാ ഖലഖ്ന. മാ എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരു മാലിയായ ക്രിയൻ്റെ മുന്നിൽ മാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുകയാണ്. മാ ഖലഖ്ന. നാം സൃഷ്ടിച്ചിട്ടില്ല. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഖലഖ്ന നാം സൃഷ്ടിച്ചു. മാ ഖലഖ്ന നാം സൃഷ്ടിച്ചിട്ടില്ല. സമാവാത്തി ആകാശങ്ങൾ. സമാവാത്ത് ആകാശങ്ങൾ. വൽ അർദ ഭൂമിയെയും. വാവ് എന്നുള്ള അർത്ഥത്തിൽ ഭൂമിയെയും ആകാശങ്ങളെയും ഭൂമിയെയും. വമാ ബൈനഹുമ. വമാ മാ യാതൊന്നിന്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഹുമാ അവയ്ക്കിടയിൽ. ഹുമ ഉദ്ദേശിച്ചത് ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ട് പേര്. വമാ ബൈനഹുമ അവക്ക് രണ്ടിനുമിടയിലുള്ളതിനെയും. ഇല്ലാ എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നൊക്കെയുള്ള അർത്ഥം. ഇല്ലാ ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരമല്ലാതെ. ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം, ന്യായപ്രകാരമല്ലാതെ. അതുകൂടാതെ വ എന്ന് പറഞ്ഞാൽ ആൻഡ് അജലിൻ ഒരവധിയോടുകൂടി. മുസമ്മ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട അവധിയോടും കൂടി. അല്ലാതെ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. വല്ലദീന യാതൊരു കൂട്ടർ. കഫറു അവർ അവിശ്വസിച്ചു. വല്ലദീന കഫറു അവിശ്വസിച്ച യാതൊരു കൂട്ടർ. അമ്മ അൻ പ്ലസ് മ. അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. അമ്മ മുഅ്രിദൂൻ തിരിഞ്ഞുകളയുന്നവരാണ്, അശ്രദ്ധരാണ്. അവിശ്വസിച്ച യാതൊരു കൂട്ടർ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്.
ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ്. ഖലഖ അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും അഥവാ ശുദ്ധശൂന്യതയിൽ നിന്നും എന്തെങ്കിലും സൃഷ്ടിക്കുക. അതാണ് ഖലഖ എന്ന ക്രിയയുടെ അർത്ഥം. ഖലഖ ഫിഅലു മാദിയാണ്, കഴിഞ്ഞുപോയ കാല ക്രിയയാണ്. അതിൻ്റെ മുലാരി ആണ് യഖ്ലുഖു. യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്നു. അതിൻ്റെ മസ്ദറാണ് ഖൽഖൻ, സൃഷ്ടിക്കൽ. ഖൽഖൻ സൃഷ്ടിക്കുന്നവൻ. ഇസ്മു ഫായിൽ അതാരാണ്? ഖാലിഖുൻ, സ്രഷ്ടാവ്. സൃഷ്ടി മഖ്ലൂഖുൻ, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്, സൃഷ്ടികളാണ്. ഇനി അതിൻ്റെ അംറ് ഫിഅലാണ് ഉഖ്ലുഖ്, നീ സൃഷ്ടിക്ക്. ഖലഖ, ഈ ഖലഖൻ്റെ ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. ഖലഖ അപ്പോൾ 2 പേര് സൃഷ്ടിച്ചു എന്ന് പറയണമെങ്കിൽ ഖലഖ, ഖലഖൂ, 2-ലധികം പുരുഷന്മാർ. അങ്ങനെ നമ്മളിങ്ങനെ 14 രൂപങ്ങളിലേക്ക് മാറ്റും. ഖലഖത്, ഖലഖത, ഖലഖ്ന, ഖലഖ്ത, ഖലഖ്തുമാ, ഖലഖ്തും, ഖലഖ്തി, ഖലഖ്തുമാ, ഖലഖ്തുന്ന, ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചു, ഖലഖ്ന, ഖലഖ്ന നമ്മൾ കൽക്കല ചെയ്ത് പറയുമ്പോൾ ഖലഖ്ന നാം സൃഷ്ടിച്ചു. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നഹ്നു നാം എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. നാം സൃഷ്ടിച്ചു. ഖലഖ്ന നാം സൃഷ്ടിച്ചു. ഖലഖ്ന. പിന്നെ പറഞ്ഞത് സമാ എന്ന് പറഞ്ഞാൽ ആകാശം, അതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത്. അലിഫും തായും ചേർന്ന് ഉണ്ടാക്കുന്ന ബഹുവചനങ്ങൾ നമ്മൾ പറയാം ജംഉ മുഅന്നസ് സാലിം എന്നാണ് പറയുക. ഓക്കെ, സമാഇൻ്റെ ബഹുവചനമാണ് സമാവാത്ത്, ജംഉ മുഅന്നസ് സാലിമാണത്. പിന്നെ ഹക്കുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അക്കതായിട്ടുള്ളത്, സത്യം, ന്യായം എന്നൊക്കെ പറയും, യാഥാർത്ഥ്യം. അതിൻ്റെ വിപരീത പദമാണ് കദിബ്, ബാത്തിൽ, വ്യർത്ഥം, നുണ എന്നൊക്കെ പറയും. പിന്നെ കഫറു എന്ന് പറയല്ലേ, കഫറ എന്ന് പറഞ്ഞാൽ അവൻ കളവാക്കി. അതിൻ്റെ മുലാരി യക്ഫുറു, കളവാക്കുന്നു. പിന്നെ കുഫ്രൻ അല്ലെങ്കിൽ കുഫ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവാക്കൽ. കാഫിറുൻ കളവാക്കുന്നവൻ. കഫറ ഇതിൽ കഫറു എന്ന് പറഞ്ഞാൽ കഫറ അവൻ കളവാക്കി, കഫറ അവർ 2 പേർ കളവാക്കി, കഫറു അവർ 2-ലധികം പുരുഷന്മാർ കളവാക്കി. ഇവിടെ മൊത്തം കോമൺ ആയിട്ടാണ് പറഞ്ഞത്, കഫറു അവർ കളവാക്കി. അന്തറ, അടുത്തത് അന്തറ പറഞ്ഞല്ലോ. അന്തറ എന്ന് പറഞ്ഞാൽ താക്കീതു, നൽകി. യുന്തിറു അതിൻ്റെ മുലാരി ആണ് യുന്തിറു, താക്കീത് നൽകുന്നു. ഇൻദാറൻ താക്കീത് നൽകൽ. ഇനി അതിൻ്റെ ഇസ്മു ഫായിലാണ് മുൻദിറുൻ, താക്കീത് നൽകുന്നവൻ. അന്തിർ അതിൻ്റെ അംറ് ഫിഅലാണ് അന്തിർ, നീ താക്കീത് നൽക്. ലാ തുൻദിർ നീ താക്കീത് നൽകരുത്. ഇവിടെ ഉന്തിറു എന്നാണ് പറഞ്ഞത്, അതിൻ്റെ മജ്ഹൂൽ ഫോമാണ്, അഥവാ അതിൻ്റെ പാസീവ് വോയിസ് അഥവാ കർമ്മണി പ്രയോഗം. അന്തറ എന്ന് പറഞ്ഞാൽ അവൻ താക്കീത് നൽകി, അവൻ. അപ്പോൾ ക്രിയ ചെയ്ത ആൾ അതിലുണ്ട്. അതിനെ മജ്ഹൂലാക്കുമ്പോൾ ഉന്തിറ അവൻ താക്കീത് നൽകപ്പെട്ടു. അപ്പോൾ ക്രിയ ചെയ്തത് അവനല്ല, ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഉന്തിറു ഉന്തിറു ഉന്തിറ ഉന്തിറു അവർ താക്കീത് നൽകപ്പെട്ടു, അവർ താക്കീത് നൽകപ്പെട്ടു. അടുത്തത് മുഅരിദു എന്നുള്ളൊരു വാക്കുണ്ട് അല്ലേ. അഅറദ തിരിഞ്ഞു കളഞ്ഞു, അവഗണിച്ചു, പിന്തിരിഞ്ഞു, ശ്രദ്ധിക്കാതിരുന്നു എന്നൊക്കെ പറയും. അഅറദ അതാണ് മാലി. യുഅരിദു അതിൻ്റെ മുലാരി ഇഅറാദൻ. മുഅരിദുൻ അതിൻ്റെ മുഅരിദുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇസ്മു ഫായിലാണ്. ഓക്കെ, ഇസ്മു ഫായിലാണ് മുഅരിദുൻ, തിരിഞ്ഞു കളയുന്നവർ, തിരിഞ്ഞു കളയുന്നവൻ. അതിൻ്റെ ജം ആണ് മുഅരിദൂന. മുഅരിദൂന ഒരു വാവും നൂനും ചേർത്തിട്ട് നമ്മൾ ജം മുദക്കർ സാലിം ഉണ്ടാക്കും. മുഅരിദുൻ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞു കളയുന്നവൻ, അതിലേക്ക് ഒരു വാവും നൂനും ചേർത്ത് മുഅരിദൂന തിരിഞ്ഞു കളയുന്നവർ, അശ്രദ്ധർ, അവഗണിക്കുന്നവർ. ഈ ഒരു ആയത്ത് തുടങ്ങുന്നത് മാ എന്നൊരു നെഗറ്റീവ് കൊടുക്കുന്ന ഒരു ഹർഫോട് കൂടിയിട്ടാണ്. മാ ഖലഖ്ന നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് വരുന്നത് മാ. അതിനുശേഷം ഇതേ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇല്ല എന്നൊരു ഹർഫ് കൂടി വന്നിട്ടുണ്ട്. ഹർഫു ഇസ്തിസ്നാഇൻ എന്നാണ് പറയുക, അതിന് ഒഴികെ എന്ന് പറയും. ഒഴികെ എന്നൊരു ഹർഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ട് പറയുന്ന കാര്യം ഉറപ്പിച്ച് പറയാനാണ് ഇപ്രകാരം ഉപയോഗിക്കുന്നത്.
അപ്പോൾ മാ ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വ അജലിൻ മുസമ്മാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചത് യഥാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യമുണ്ട്, കാര്യഗൗരവത്തോടു കൂടിയാണ്, നിർണിതമായ അവധി അവക്കുണ്ട്. അള്ളാഹു ഇപ്പോൾ മനുഷ്യന്മാർ നന്മ ചെയ്തവർക്ക് സ്വർഗം, തിന്മ ചെയ്തവർക്ക് നരകം, ഇങ്ങനെ മനുഷ്യന്മാർക്ക് നൽകാനാണെങ്കിൽ അള്ളാഹ്ക്ക് മനുഷ്യനെയും ഭൂമിയും മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ? കോടാനുകൂടി നക്ഷത്രങ്ങൾ, പ്രാപഞ്ചിക വ്യവസ്ഥകൾ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു. എന്തിനായിരിക്കും? സ്രഷ്ടാവായ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ, മരണാനന്തര ജീവിതമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അവയെല്ലാം സൃഷ്ടിച്ചത്. എല്ലാത്തിനും അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട്. ഇനി അജലിൻ മുസമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അവധിയുണ്ട്. ഇപ്പം എന്തൊരു വസ്തുവായിക്കോട്ടെ എല്ലാം നിശ്ചിത സമയം വരെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ചെടി ആയിക്കോട്ടെ അതൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നശിക്കും. മനുഷ്യനാണെങ്കിലോ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മരിക്കും. അതുപോലെ തന്നെയാണ് ആകാശങ്ങൾക്കും ഭൂമികൾക്കും അവയ്ക്കിടയിലുള്ളതിനും എല്ലാത്തിനും കൃത്യമായ ഒരു അവധിയുണ്ട്. അത് അള്ളാഹുവിന് കൃത്യമായി അറിയുന്നതാണ്. ഇനി ഇത് സമാനമായ ആയത്തുകൾ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും കളിയായി സൃഷ്ടിച്ചതല്ല, അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്തുകൾ മറ്റു സൂറത്തുകൾ, സൂറത്തു ദുഖാൻ്റെ 39-ാമത്തെ ആയത്തിൽ, സൂറത്തു സ്വാദിൻ്റെ 27-ാമത്തെ ആയത്തിലൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. സത്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിശ്വസിച്ചവരായവർ മുന്നറിയിപ്പ് നൽകപ്പെട്ടതിനെക്കുറിച്ച് തിരിഞ്ഞുകളയുന്നവർ ആണ്. അപ്പോൾ അവിശ്വാസികൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത് എങ്ങനെയാണ്? എന്തിലൂടെയാണ്? ഖുർആനിലൂടെ. ഖുർആനെ തൊട്ടവർ തിരിഞ്ഞു കളയുന്നവരും വിമുഖന്മാരും ആകുന്നു. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഖുർആനെ പണ്ട് കാലം മുതലേ ആളുകൾ വിമർശിക്കുമായിരുന്നു, അല്ലേ? ജ്യോത്സ്യൻ്റെ വാക്കാണ്, ഭ്രാന്തൻ്റെ വാക്കാണ്, പൂർവികരുടെ കെട്ടുകഥയാണ് എന്നും വിമർശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഖുർആനെ അവഗണിക്കൽ എന്താണ്? കുഫ്രിൻ്റെ ഒരു അടയാളമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ഇഅ്റാബിൻ്റെ വശത്തേക്ക് പോകാം. ഓക്കെ. മാ ഖലഖന, മാ ഹർഫു നഫി മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹാ മിനൽ ഇഅ്റാബി. മാ എന്നുള്ളത് നഫീൻ്റെ ഹർഫാണ്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനുള്ള ഹർഫാണ്. അത് മബനിയാണ്. അതിൻ്റെ അവസാനത്തെ അന്ത്യസ്വരം മാറൂല. അതാണ് മബനി. സുക്കൂനിൽ മബനിയാണ്. അലിഫിന് സുക്കൂനാണ്. മാ എന്ന ആ ഹർഫിൻ്റെ അവസാനത്തെ അലിഫിന് സുക്കൂനാണ്. സുക്കൂനിൽ മബനിയാണ്, മാറൂല. അതിന് ഇഅ്റാബിൽ സ്ഥാനമില്ല. ഹർഫുകൾക്കൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുക. ഹർഫുകൾക്കും മാലിയായ ഫിഅലുകൾക്കും അംറുകൾക്കും ഒക്കെ നമ്മൾ അവസാനം പറയും ലാ മഹല്ല ലഹാ മിനൽ ഇഅ്റാബി. ഖലഖ്ന, നാം സൃഷ്ടിച്ചു. ഖലഖ്ന ഫിഅലു മാളിൻ, അത് കഴിഞ്ഞു പോയ കാലക്രിയയാണ്. ഫിഅലു മാളിൻ മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. പിന്നെ ഇതിലേക്ക് ഇത്തിസാലിഹി ബി നാ എന്നതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ നാ എന്താണ്? നാ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അതിലേക്ക് ചേർന്ന് വന്ന ളമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ, സർവനാമമാണ്. ഖലഖ്ന, നാം എന്നർത്ഥം വരുന്ന ളമീറുൻ മുത്തസിലാണ്. അത് മബനിയാണ്. അതിൻ്റെ അവസാന അക്ഷരം മാറൂല. സുക്കൂനിൽ മബനിയാണ്. നൂൻ ഫതഹ അലിഫ് സുക്കൂനാണ്. പിന്നെ അത് ഫി മഹല്ലി റഫ്ഇൻ്റെ സ്ഥാനത്താണ്. കാരണം എന്താ? ആ ക്രിയ ചെയ്തതാണ്. ഫായിലാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്തതാണ്. നാം സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു. അപ്പോൾ അത് ഫായിലുകൾ എപ്പോഴും മർഫു ആയിരിക്കും. സോ ഇത് റഫ്ഇൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഇത് ഫായിലാണ്. ഇനി സമാവാതി എന്നത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ആണ്. മഫ്ഊലുൻ ബിഹി എന്നാൽ എന്താണ്? ക്രിയ ആരെയാണോ ബാധിക്കുന്നത് അതാണ് മഫ്ഊലുൻ ബിഹി. ഇവിടെ ക്രിയ ഏതാ? ഖലഖ, സൃഷ്ടിക്കുക എന്ന ക്രിയ ബാധിച്ചിട്ടുള്ളത് ആരെയാണ്? ആകാശങ്ങളെ, അല്ലേ? സമാവാത്തി, ആകാശങ്ങളെയാണ്. അത് മൻസൂബായിരിക്കും. മഫ്ഊലുൻ ബിഹി അഥവാ ക്രിയ ബാധിച്ചത് ആരാണോ അതാണ് മഫ്ഊലുൻ ബിഹി, കർമ്മം എന്നൊക്കെ പറയും. അതെപ്പോഴും മൻസൂബായിരിക്കും, നെസ്ബ് ചെയ്ത അവസ്ഥയിലായിരിക്കും. നെസ്ബിൻ്റെ അടയാളം എന്താണ്? വഅലാമത്തു നസ്ബിഹി
അൽ കസ്റത്തു ദാഹിറത്തു ഒരു പ്രത്യക്ഷമായ ഒരു കസ്റയാണ് അതിൻ്റെ നസ്ബിൻ്റെ അടയാളം. ലി അന്നഹു കാരണം എന്താണ്, സാധാരണ നസ്ബു ചെയ്യ ഫത്തഹയിലാണ്, ഇവിടെ കസ്റയിലാണ് നസ്ബു ചെയ്തിരിക്കുന്നത്. കാരണം ലി അന്നഹു കാരണം അത് ജംഉ മുഅന്നസി സാലിമു ജംഉ മുഅന്നസ് സാലിമാണ്. ജംഉ മുഅന്നസ് സാലിമൊക്കെ നസ്ബു ചെയ്യുന്നത് കസ്റയിലാണ്. ബാക്കി എല്ലാം ഇപ്പോൾ റഫു ചെയ്യുമ്പോൾ ദമ്മയാണ്, ജറു ചെയ്യുമ്പോൾ കസ്റയാണ്, നസ്ബും കസ്റയാണ്. ബാക്കിയെല്ലാം സെയിമാണ്. നസ്ബു ചെയ്യുമ്പോൾ മാത്രം ഫത്തഹയല്ല വരിക, മറിച്ച് കസ്റയിലാണ് ജംഉ മുഅന്നസ് സാലിം നസ്ബു ചെയ്യുന്നത്. ഇനി അൽ വാവു. വാവു ഹർഫു അത്തുഫിൻ അത്തുഫിൻ്റെ അക്ഷരം. മബനിയുൻ അലൽ ഫത്തഹി ഫത്തഹയിൽ മബനിയാണ്. ലാ മഹല്ല ലഹാ മിനൽ ഇറാബി ഹർഫുകൾക്കൊക്കെ ഇറാബിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അൽ അർദ. അർദ എന്നത് എന്താണ്, മഅതൂഫുൻ അല സമാവാത്തി അത്തുഫ് ചെയ്തത് സമാവാത്തി എന്നതിലേക്ക് അത് അത്തുഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ അത് മൻസൂബാണ്. കാരണം എന്താണ്, എന്തിലേക്കാണോ അത്തുഫ് ചെയ്യുന്നത്, ആൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ, എന്തിലേക്കാണോ അത് നമ്മൾ ചേർത്തിരിക്കുന്നത് അതിൻ്റെ അതേ അറാബ് വേണം അത്തുഫ് ചെയ്യപ്പെട്ടതിലും. അതുകൊണ്ട് സമാവാത്തി എന്നത് അഫ്വൻ അർദ എന്നത് മഅതൂഫുൻ അല സമാവാത്തി മൻസൂബാണ്. അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൻ ദാഹിറത്തുൻ നസ്ബിൻ്റെ അടയാളം ഫത്തഹയാണ്. നസ്ബിൻ്റെ അസ്ലിയായ അടയാളം ഫത്തഹയാണ്. ഇവിടെ ഫത്തഹ കൊടുത്ത് നസ്ബ് ചെയ്തിരിക്കുന്നു. വീണ്ടും അൽ വാവു ഹർഫു അത്തുഫിൻ മബനീൻ അലൽ ഫതഹി ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. ആവർത്തിക്കുന്നില്ല. അടുത്തത് മാ എന്ന് പറഞ്ഞാൽ യാതൊരു, ഏതൊരു എന്നൊക്കെ പറയും. അത് മാ ഇസ്മുൻ മൗസൂലുൻ ആണ്. അത് ഇസ്മുൻ മൗസൂലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു മാ എന്ന ഇസ്മുൻ മൗസൂലിന് ശേഷം ഒരു സില വരും. സില എന്ന് പറഞ്ഞാൽ ഒരു വാചകമായോ മറ്റോ ഒരു അപൂർണ വാചകമായോ ഒരു സില വരും, ഒരു വാചകം വരും. ആ വാചകം കൊണ്ട് ഈ മായിൻ്റെ ഉദ്ദേശം യാതൊരു എന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കും. അതിനെയാണ് മാ എന്ന് പറയുക. മാ എന്താണ്, ഇസ്മുൻ മൗസൂലുൻ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയും. യാതൊരു, ഏതൊരു എന്ന് പറയും. ഇസ്മുൻ മൗസൂലുൻ മബനിയാണത്. മബനിയുൻ അല സുക്കൂനി സുക്കൂനിൽ മബനിയാണ്. ഫി മഹല്ലി നസ്ബിൻ നസ്ബിൻ്റെ മഹല്ലിലാണ്. കാരണം എന്താ, മഅതൂഫുൻ അല സമാവാത്തി സമാവാത്തിലേക്ക് അതിനെ അത്ഫു ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവിടെ നോക്കൂ, ഖലഖ്ന നാം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്തൊക്കെയാ, സമാവാത്ത്, അർബ, പിന്നെ അവയ്ക്കിടയിലുള്ളത് മാ ബൈനഹുമ അവയ്ക്കിടയിലുള്ളത്. അപ്പോൾ അതെല്ലാം നസ്ബിൻ്റെ സ്ഥാനത്ത് വരണമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിന് മാത്രം മഫ്ഊലുൻ ബിഹി പറയും, ബാക്കിയെല്ലാം നമ്മൾ അത്ഫു ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ മഅതൂഫുൻ അല സമാവാത്തി. ബൈനഹുമ ബൈന എന്നത് ലർഫ് മക്കാനാണ്. ലർഫ് മക്കാൻ എപ്പോഴും മൻസൂബായിരിക്കും. ലർഫ് മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ കാണിക്കുന്ന ഇസ്മിനെയാണ് ലർഫ് മക്കാൻ എന്ന് പറയുക. ലർഫ് മക്കാനിൻ മൻസൂബുൻ. അലാമത്തു നസ്ബിഹി നസ്ബിൻ്റെ അടയാളം അൽ ഫതഹത്തു ദാഹിറത്തു പ്രത്യക്ഷമായ ഒരു ഫതഹ കാണാം. ബൈന. അതുകൂടാതെ അത് എന്താണ്, ഷിബുഹു ജുംലയാണ്, അപൂർണ വാചകമാണ്. സിലത്തുൽ മൗസൂലാണ്. ഇസ്മു മൗസൂലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാ എന്ന ഇസ്മു മൗസൂലിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി തരുന്നതാണ് മാ എന്നാണ് യാതൊരു. അതിൻ്റെ ഉദ്ദേശം എന്താ, ബൈനഹുമ അവയ്ക്കിടയിലുള്ളത്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി തരുന്നതാണ് സിലത്തുൽ മൗസൂൽ. അതുകൂടാതെ നമ്മൾ സിലത്തുൽ മൗസൂലിനെയും പറയും ലാ മഹല്ല ലഹാ മിനൽ ഇറാബി ഇറാബിൽ അതിന് സ്ഥാനമില്ല എന്ന് നമ്മൾ പറയും. പിന്നെ ഹുമ എന്താ, ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുക്കൂനി സുക്കൂനിൽ മബനിയായ അവസാനത്തെ അക്ഷരം മാറൂല. ഹുമ എന്ന് പറഞ്ഞാൽ സുക്കൂനിൽ മബനിയായ ദമീറാണ്, അറ്റാച്ച്ഡ് പ്രോനൗണാണ്. ദമീറുൻ മുത്തസിലുൻ ഫി മഹല്ലി ജെറിൻ്റെ മഹല്ലിലാണ്. കാരണം എന്താ, ലർഫിന് ശേഷം വരുന്ന ഇസ്മുകളൊക്കെ മുലാഫിൻ ഇലേഹി ആയിരിക്കും, ജെറിൻ്റെ മഹല്ലിലായിരിക്കും. ഇനി ഇല്ല എന്നതുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, ഇല്ല. ഹർഫു ഇസ്തിസ്നാ ഒക്കെ മബനിയുൻ അല സുക്കൂനിയാണ്. ബിൽ ഹഖി ബി അൽ ബാഉ ഹർഫു ജെറിൻ പ്രിപ്പോസിഷനാണ്. ഹർഫു ജെറിൻ മബനിയുൻ അലൽ കെസരി അത് കെസ്രയിൽ മബനിയാണ്. ബി എന്ന് പറയുമ്പോൾ കെസ്രയാണല്ലോ അവസാനത്തെ. അൽ ഹഖു എന്നുള്ളത് എന്താണ്, ഇസ്മുൻ മജ്റൂറുൻ ബി ഹർഫിൻ അല്ലെങ്കിൽ ഹർഫ് കൊണ്ട് ഇസ്മു മജ്റൂറായി. വ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറത്തു. നെക്സ്റ്റ് വാവ് എന്താണ്, അൽ വാവു ഹർഫു അത്ഫാണ് മബനിയുൻ അലൽ ഫതഹി. അതെല്ലാം നമുക്കറിയാലോ. ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. അജലിൻ മഅതൂഫുൻ അലൽ
ഹക്കിലേക്ക് അത്തഫ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ അതേ അറാബ് വേണമല്ലോ. അപ്പോൾ അത് മജ്റൂറാണ്. മജ്റൂറിൻ വ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ദാഹിറ. കസ്റ കാണാൻ പറ്റും. അജലിൻ കസ്റത്തേൻ കാണാൻ പറ്റും. മുസമ്മ എന്ന വാക്ക് സിഫ അല്ലെങ്കിൽ നഅത്താണ്. ഏതിൻ്റെ? അജലിൻ എന്നതിൻ്റെ നഅത്താണ്. നഅത്തു ലി അജലിൻ, അജലിൻ്റെ നഅത്താണ്. അത് മജ്റൂറാണ്. നഅത്ത് മൻഊത്തിന്റെ അതേ അറാബ് വേണം. അതുകൊണ്ട് തന്നെ അത് മജ്റൂറാണ്. വ അലാമത്തു ജർരിഹി, ജെറിന്റെ അടയാളം നമുക്ക് കാണുന്നില്ല അല്ലെ. മുസമ്മ എന്ന് പറയുമ്പോൾ അതിന്റെ അവിടെ അവസാനം ഒരു അലിഫ് മക്സൂറയാണ്. അപ്പൊ നമുക്ക് കാണൂല. അപ്പൊ നമ്മൾ പറയാം അലാമത്തു ജെറിഹി അൽ കസ്റത്തുൽ മുഖദ്ദറത്തു, സാങ്കല്പികമായ ഒരു കസ്റ, മുഖദ്ദറായിട്ടുള്ള ഒരു കസ്റ, അലൽ അലിഫി, ആ അലിഫ് മക്സൂറിന്റെ മുകളിൽ, ലി തഅദ്ദുരി, കാരണം എന്താ? അലിഫ് ഹർക്കത്തിനെ സ്വീകരിക്കൂല, ഇമ്പോസിബിൾ ആണ്, അതാണ് ലി തഅദ്ദുരി. അപ്പോൾ ഈ അലിഫിന്റെ മുകളിൽ ഒരു സാങ്കല്പികമായ കെസ്റയാണ് ജെറിന്റെ അടയാളം. കാരണം അത് തഅദ്ദുറാണ്. ഓക്കെ, ഇമ്പോസിബിൾ ആണ്. അടുത്തത് അൽ വാവു ഹർഫു അത്ഫിൻ മബനിയുൻ അലൽ ഫതഹി ലാ മഹല്ല ലഹാ മിനൽ ഇഅ്റാബി. അല്ലദീന, അല്ലദീന എന്നത് ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അലൽ ഫതഹി ലാ ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ. അത് മുബ്തദഅയാണ്. അല്ലദീന യാതൊരു കൂട്ടർ. ഇസ്മു മൗസൂലാണ്, മുബ്തദഅയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുബ്തദഅ എപ്പോഴും മർഫു ആയിരിക്കും. അതുകൊണ്ട് അത് റഫ്ഇന്റെ മഹല്ലിലാണ്. കഫറു, കഫറു, കഫറു എന്താ? കഫറ, കഫറ, കഫറു അവർ അവിശ്വസിച്ചു. ഫിഅലു മാദിൻ മബനിയുൻ അലൽ ദ്ദമ്മി. കഫറു റാടെ ദൊമ്മ. കഫറു ഫിഅലു മാദിൻ മബനിയുൻ അലൽ ദ്ദമ്മി ലാ മഹല്ല ലഹ മിനൽ ഇഅ്റാബി. അതുകൂടാതെ ലി ഇത്തിസാലിഹി ബിൽ വാവിൽ ജമാഅത്തി, വാവുൽ ജമാ അതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി വാവുൽ ജമാ എന്താണെന്ന് പറയാം. അൽ വാവുൽ ജമാഅത്തി ضمير متصل مبني على السكون في محل رفع فاعل. ഇതിന്റെ ഫായിലാണ് അല്ലെ. കഫറു അവർ അവിശ്വസിച്ചു, അതിന്റെ ഫായിലാണ് ഇത് വാവുൽ ജമാ. ഇനി കഫറു എന്നതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതിൽ ഫിഅലും ഉണ്ട് ഫായിലും ഉണ്ട്. അപ്പൊ കഫറു എന്നത് എന്താണ്? കഫറു എന്നത് ഒരു ജുംലത്തുൽ ഫിഅലിയാണ്. അത് സിലത്തുൽ മൗസൂലാണ്. സിലത്തുൽ മൗസൂലി ഏതിന്റെ? അല്ലദീന എന്ന ഇസ്മു മൗസൂൽ, യാതൊരു കൂട്ടർ എന്ന ആ ഇസ്മു മൗസൂലിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതാണ് ഈ സിലത്തുൽ മൗസൂലിലൂടെ. ലാ മഹല്ല ലഹ മിനൽ ഇഅ്റാബി. നെക്സ്റ്റ് അമ്മ, അൻ പ്ലസ് മ. അൻ എന്താ? ഹർഫു ജർറിൻ മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹ മിനൽ ഇഅ്റാബി. മാ എന്നത് ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി ജർറിൻ ബിൽ ഹർഫി. ഹർഫ് ഉണ്ടല്ലോ, അൻ എന്ന ഹർഫു ജറിന് ശേഷം ഇസ്മു മൗസൂൽ വന്ന് അത് എന്തിന്റെ സ്ഥാനത്തായിരിക്കും? അപ്പോൾ അന്നിന് ശേഷം മാ വരുമ്പോൾ അത് ജറിന്റെ സ്ഥാനത്താണ്. ഉന്തിറു, ഉന്തിറു, ഉന്തിറു എന്നത് ഫിഅലു മാദിൻ ലിൽ മജ്ഹൂൽ മബനിയുൻ അലൽ ദ്ദമ്മി ലിഇത്തിസാലിഹി ബിവാവിൽ ജമാഅത്തി. അത് ഉന്തിറു എന്നത് മാളിയായ ഫിഅലാണ്, പക്ഷെ അത് മഅറൂഫ് അല്ല, മറിച്ച് മജ്ഹൂലാണ്. ഫായിലിനെ പറയപ്പെടാത്തത്, കർത്താവിനെ പറയുന്നില്ല, ക്രിയ ചെയ്ത ആളെ പറയുന്നില്ല. പകരം ആരെ പറയുന്നത്? മഫ്ഊലുൻ ബിഹിനെ, ക്രിയ ആരെയാണോ ബാധിക്കപ്പെട്ടത് അതിനെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് മജ്ഹൂലാണ്, മബനിയാണ്, ദൊമ്മയിൽ മബനിയാണ്. അതിലേക്ക് വാവുൽ ജമാ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൽ വാവുൽ ജമാ എന്താണ്? ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുക്കൂനി. വാവിലൊരു സുക്കൂൻ ഉണ്ട് കേട്ടോ. സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ, അത് റഫ്ഇന്റെ മഹലിലാണ്. നായിബു ഫായിൽ, അത് നായിബു ഫായിലാണ്. നായിബു ഫായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രിയ ആരെയാണോ ബാധിക്കപ്പെട്ടത് അത് ആ കർമ്മം എന്ത് ചെയ്തിരിക്കുന്നു? മർഫൂലും ബിഹി എന്ത് ചെയ്തിരിക്കുന്നു? ഫായിലിൻ്റെ സ്ഥാനത്ത് വരുന്നു. അപ്പോൾ അത് മർഫൂ ആയിരിക്കും. അതിനെയാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. ഉന്തിറു, ഉന്തിറു എന്നത് അതുകൂടാതെ ഉന്തിറു എന്നത് സിലത്തുൽ മൗസൂലയാണ്. അൽ ജുംല സിലത്തുൽ മൗസൂലി ലാ മഹല്ല ലഹ മിനൽ ഇഅ്റാബി. അടുത്തത് മുഅരിദൂൻ. മുഅരിദൂൻ എന്നത് ഖബറാണ്. അല്ലദീന മുബ്തദഅ, മുഅരിദൂന എന്നത് ഖബറുൻ മർഫൂഉൻ വ അലാമത്തു റഫ്ഇഹി അൽ വാവു ലിഅന്നഹു ജംഉ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിമാണ്. മുഅരിദുൻ എന്നതിലേക്ക് വാവും നൂനും ചേർത്ത് ജംഉ മുദക്കർ സാലിം ഉണ്ടാക്കി. ഖബറാണത്. ഖബർ എപ്പോഴും മർഫൂ ആയിരിക്കും. റഫ്ഇന്റെ അടയാളം എന്താണ് അവിടെ? അൽ വാവു, വാവാണ് റഫ്ഇന്റെ അടയാളം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
നമ്മുടെ 3-ാമത്തെ ആയത്തിൻ്റെ പഠനം കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ മീസാനിൽ ഖനം തൂകുന്ന നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങളായി അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.